ഹലോ ഫ്രണ്ട്സ്, നമ്മുടെ വീട്ടിൽ മീനൊന്നും കിട്ടിയില്ലെങ്കിൽ നമ്മളിരുന്ന് ആലോചിക്കും ഇന്ന് എന്ത് കറി വെക്കുമെന്ന്. ഇതുപോലെ ഉണക്കച്ചെമ്മീൻ വാങ്ങി വെച്ചാൽ പിന്നെ നമുക്ക് ആലോചിക്കേണ്ട കാര്യമൊന്നുമില്ല. ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്തായിരിക്കും ആരെങ്കിലും ഒന്ന് പറയുന്നത് ഞങ്ങളിങ്ങനെ അവിടെ ഉച്ചയൂണിന് വരുമെന്ന്. അപ്പം നമുക്ക് മീനും കാണത്തില്ല. അപ്പം നമുക്ക് പേടിക്കണ്ട, പെട്ടെന്ന് ഇത് തയ്യാറാക്കാൻ പറ്റും. അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നമുക്കൊന്ന് കണ്ടാലോ. അതിനായിട്ട് ഞാൻ ഒരു 1/2 കിലോ ഉണക്കച്ചെമ്മീൻ വാങ്ങി കഴുകി വൃത്തിയാക്കി അരിപ്പയിൽ വെച്ച് ഊറ്റിയെടുത്തിട്ടുണ്ട്. അത് തയ്യാറാക്കാനായിട്ട് 2 സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട്, 2 തക്കാളി അരിഞ്ഞെടുത്തിട്ടുണ്ട്, 2 പച്ചമുളക് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്, 4 വെളുത്തുള്ളി അരിഞ്ഞു വെച്ചിട്ടുണ്ട്, ഇഞ്ചി അരിഞ്ഞതും കൂടെ എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് അത് ചൂടായി വന്നപ്പോഴത്തേക്കും നമ്മൾ ഈ ഊറ്റി വെച്ചിരുന്ന ഉണക്ക കൊഞ്ച് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതൊന്ന് നമുക്ക് വറുത്തെടുക്കണം. അതിന് നമ്മൾ കുറച്ച് വെള്ളം അതിനകത്തുണ്ട്. ആ ഈർപ്പം മാറുന്നിടം വരെ ഇതൊന്ന് വറുത്തു കൊടുക്കുക. ആ ഈർപ്പം മാറുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണയും കൂടെ എടുത്ത് ഒന്നും കൂടെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ആ വെള്ളത്തിന്റെ ഈർപ്പം എല്ലാം ഒന്ന് വലിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് നല്ലതുപോലെ ഒന്നും കൂടെ നമുക്കൊന്ന് വറുത്ത് കൊടുക്കാം. വറുത്തിട്ട് ഇനി നമുക്കൊരു ഉണക്ക പാത്രത്തിനകത്തോട്ട് മാറ്റാം. ഇതൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഉണക്ക പാത്രത്തിലിടുന്ന ഇത് നമുക്ക് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കാനുണ്ട്. അപ്പം നനഞ്ഞ പാത്രത്തിൽ ഇട്ടാൽ ശരിയാവത്തില്ല. അപ്പോൾ ഉണക്ക പാത്രം നോക്കി നമ്മളൊന്ന് മാറ്റിയിട്ടുണ്ട്. ഈ പാനിലേക്ക് തന്നെ ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വന്നപ്പോഴത്തേക്കും കടുക് ഇട്ട് കൊടുക്കുക. കടുകൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോഴത്തേക്കും നമുക്ക് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് നേരത്തെ നമ്മൾ അരിഞ്ഞു വെച്ചിരുന്ന ഇഞ്ചിയും കൂടി ഇട്ട് കൊടുക്കാം. ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഒന്ന് ഇട്ട് ഒന്ന് അതിന്റെ പച്ചമണം ഒന്ന് മാറുമ്പോഴത്തേക്ക് ഇനി നമുക്ക് 2 തണ്ട് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ ഇതിലേക്ക് അരിഞ്ഞു വെച്ചിരുന്ന സവാളയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. നല്ലതുപോലെ ഒന്ന് ഇളക്കിയിട്ട് ഇനിയിപ്പം നമുക്ക് ഇത് പെട്ടെന്നൊന്ന് വാടിക്കിട്ടും. അതിന് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഉപ്പും കൂടി ഇട്ട് കൊടുക്കുമ്പോൾ പെട്ടെന്ന് ഇനി വാടിക്കിട്ടും. ഇനി നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം. ഇനി നമുക്കിതൊന്ന് തുറന്നു നോക്കാം. ചെറുതായിട്ട് നല്ലോണം ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനകത്ത് പൊടികളൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. 1/4 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നമുക്ക് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും കൂടി ഇട്ടില്ല, കളറൊക്കെ ഒന്ന് മാറി തുടങ്ങിയിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന തക്കാളിയും കൂടി ഇട്ട് കൊടുക്കാം. ഇപ്പൊ തക്കാളി മസാലപ്പൊടിയും ഒന്നും കൂടെ കിടന്നൊന്ന് വഴന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് അടച്ചു വെച്ച് ചെറിയ തീയിലൊന്ന് വേവിച്ചെടുക്കാം. ചെറിയ തീയിലൊന്ന് വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് കുറച്ച് വെള്ളം, ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഒന്നും കൂടി ഇതെല്ലാം ഒന്ന് മിക്സ് ചെയ്ത് കൂട്ടിക്കൊണ്ട് ഇനി നമുക്ക് ഒന്നും കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. അതിനായിട്ട് നമ്മൾ അടപ്പൊക്കെ എടുത്ത് അടച്ചു കൊടുത്ത് ഒന്നും കൂടെ ഒന്ന് വെന്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടി ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ച ചെമ്മീന് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം തന്നെ ഇതിൽ നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണം. നമ്മുടെ വീട്ടിൽ എപ്പോഴും മീൻ വാങ്ങണമെന്നൊന്നും ഇല്ലല്ലോ. ചിലപ്പം ആള് കാണത്തില്ല മീൻ വാങ്ങിക്കാൻ. നമുക്ക് ഉണക്ക കൊഞ്ചോ ചെമ്മീനോ എന്നൊക്കെ പറയാം. ഇത് നമ്മൾ കുറച്ച് മേടിച്ച് വെച്ചിരുന്നാൽ മീനൊന്നും മേടിക്കാത്ത ദിവസങ്ങളിൽ നമുക്ക് പെട്ടെന്ന് നമുക്ക് ആലോചിച്ചുകൊണ്ടിരിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മൾ എല്ലാ ദിവസവും ആലോചിക്കും ഇന്ന് എന്താ കറി വെക്കണമെന്ന്. നമുക്ക് പെട്ടെന്ന് എടുത്ത് കറി വെക്കാൻ പറ്റും ഇത്. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ചെയ്ത് നോക്കണം. ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്കും കമൻറ്റൊക്കെ ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. എന്നാൽ പിന്നെ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് ഇനി